ഒരു വീട് എന്നത് ഒരാളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ്. ഒരു വീട് സമ്പാദ്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുകയും വർഷാവർഷം പ്രളയം നടക്കുമ്പോൾ വെള്ളം കയറി ആ വീട്ടിൽ താമസിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് സിനിമാ താരമായിട്ടുള്ള പ്രശാന്ത് അലക്സാണ്ടറിൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ വീടാണ് ഈ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ മണിമലയാറ്റിൽ നിന്നും വെള്ളം കയറി ഈ വീടിൻ്റെ അകവശം എല്ലാം വെള്ളം കയറിയ അവസ്ഥയിലായിരുന്നു. മല്ലപ്പള്ളി പരിയാരം ആനക്കുഴി എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രശാന്ത് അലക്സാണ്ടർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ വീടിൻ്റെ ക്ലീനിങ് ജോലികളൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മണിമലയാറ്റിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് വെള്ളം കയറി. മണിമലയാറ്റിൽ നിന്ന് മുണ്ടക്കയം ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ മണിമലയാറ്റിൽ വെള്ളം പൊങ്ങും. ഞങ്ങളുടെ ഇവിടെ വെള്ളം കയറാനുള്ള സാധ്യത 2018 മുതലാണ് സ്ഥിരമാവുന്നത്. അതിനു മുമ്പ് അങ്ങനെ വെള്ളം കയറുന്നൊരു സ്ഥലമായിരുന്നില്ല. 90കളിൽ എങ്ങാണ്ടൊരു വലിയ പ്രളയം ഉണ്ടായപ്പം കയറിയതിലും ലെവലിൽ മുകളിലാണ് ഞങ്ങൾ ഈ വീട് വെച്ചത്. അപ്പം ഈ വീട് തന്നെ പണിത് 3 വർഷം കൊണ്ടാണ്. ഏതാണ്ടൊരു 10-15-20 വർഷത്തോളം ഈ റോഡിൻ്റെ കരയിലുള്ള ഒരു വീടുകളിലും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ ഇത് വെള്ളം കയറുന്ന സ്ഥലമാണെന്ന് നാം ചിന്തിക്കുന്നതേ ഇല്ല. കാരണം പണ്ടെങ്ങോ ഒരു വെള്ളപ്പൊക്കത്തിൽ വെള്ളം വന്നിട്ട് ഇതൊക്കെ റബ്ബറും തോട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ അന്ന് റബ്ബറും തോട്ടത്തിൽ വെള്ളം കയറിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ റോഡിലൊക്കെ ഇങ്ങനെ മുട്ടി. അപ്പോൾ അതിനും മുകളിലേക്ക് ഉയർത്തിയാണ് നമ്മൾ വീട് വെച്ചത്. ഈ കരയിലുള്ള ആൾക്കാരൊക്കെയും ഇവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. ഇവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ അന്ന് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായതിനു ശേഷം ഇവരെ ആരെയും വെള്ളപ്പൊക്കം ബാധിച്ചിട്ടില്ല. ഞാൻ ഇവിടെ താമസം 2018 ഇവിടെ താമസം തുടങ്ങിയത്. 2018 മഹാപ്രളയത്തിനാണ് ആദ്യമായിട്ട് ഇവിടെ വെള്ളം കയറുന്നത്. അപ്പോൾ അന്നേരം ഞങ്ങളുടെ വീട് പണി അവസാന ഘട്ടത്തിലാണ്. അപ്പം നമ്മൾ നൂറ്റാണ്ടിലൊരിക്കൽ മാത്രം സംഭവിക്കുന്നൊരു പ്രതിഭാസമൊന്നും കണ്ടിട്ട് എന്തായാലും വെള്ളം കയറി വൃത്തിയായി പോയല്ലോ എന്നുള്ളൊരു മൂഡിലാണ് അതിനെ എടുത്തത്. അതിനുശേഷം പണിയെല്ലാം തീർത്ത് ഞങ്ങൾ താമസം തുടങ്ങി. 2021 മുണ്ടക്കയത്തും നമ്മുടെ കൂട്ടിക്കലിലും മേഘവിസ്ഫോടനവും എല്ലാം കൂടെ ഉണ്ടായിട്ട് ഭയങ്കര ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായൊരു സമയമുണ്ട്. ആ സമയത്താണ് ഇവിടെ ലിൻഡൽ ലെവലിൽ വെള്ളം കയറുന്നത്. അതാണ് ഞങ്ങളെ ഏറ്റവും പേടിപ്പിച്ച വെള്ളപ്പൊക്കം. ആ സമയം ഞങ്ങൾ വല്ലാതെ പേടിച്ചു പോയി. കാരണം നമ്മൾ മേടിച്ചിട്ട സാധനങ്ങളൊന്ന് ഇവിടുന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റണം, ഞങ്ങൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണം. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം മാറ്റി ഇവിടുന്ന് മാറിയപ്പോഴത്തേനും ഇവിടെ അരയറ്റം വെള്ളമായി കഴിഞ്ഞു. ഇപ്രാവശ്യം ഇതുപോലെ തന്നെ രാവിലെ 6 മണിക്ക് വന്ന സാധനങ്ങളെല്ലാം മുകളിൽ കയറ്റി. ഞാനിപ്പോൾ ഇവിടെ അല്ല താമസം. ഈ ട്രോമ താങ്ങാൻ വയ്യാത്തതുകൊണ്ട് തിരുവല്ല മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റി. സാധനങ്ങളെല്ലാം മുകളിൽ കയറ്റി വീട് പൂട്ടി ഇറങ്ങിയപ്പോഴത്തേക്കും മുറ്റത്ത് വെള്ളമായി. ആ വീഡിയോ ആണ് എൻ്റെ ഭാര്യ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്, ഇട്ടത്. അപ്പോൾ പക്ഷെ അതിനെ തുടർന്ന് മാനസികമായി തളർന്ന് പ്രശാന്ത് അലക്സാണ്ടർ എന്നൊക്കെ പറഞ്ഞ് ഉള്ള വാർത്തകളാണ് വന്നത്. നമ്മൾ മാനസികമായി തളർച്ചയൊന്നുമില്ല. കാരണം ഇത് ആദ്യമായിട്ടുണ്ടാകുമ്പോഴാണല്ലോ നമുക്കൊരു ഞെട്ടലും പേടിയൊക്കെ വരുന്നത്. ഇനിയിപ്പം പ്രാക്ടിക്കലി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചിന്തിക്കുമ്പം കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് നമ്മൾ കാണുന്നത് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടൽ, വയനാട്ടിലുണ്ടായ പ്രശ്നങ്ങൾ, നിലമ്പൂർ ഭാഗങ്ങളിലുണ്ടായത്, ഹൈറേഞ്ച് മേഖലകളിൽ സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ, കൂടെയുള്ള സഹജീവികളെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ നഷ്ടപ്പെട്ട ആൾക്കാർ, ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ, ഒറ്റപ്പെട്ടു പോയ മാതാപിതാക്കൾ, അങ്ങനെ എന്തോരം ആൾക്കാർ നമ്മുടെ മുമ്പിൽ വലിയ പ്രതിസന്ധികളുമായിട്ട് നിൽക്കുമ്പോൾ അവരൊക്കെ നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കുമ്പോൾ ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മളത് ആക്ച്വലി എൻ്റെ വൈഫ് ഉദ്ദേശിച്ചതും വളരെ പോസിറ്റീവായിട്ട് അതിനെ എടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്കൊരു ഭയങ്കര ഞെട്ടലായിരിക്കും. പക്ഷേ മനുഷ്യനെന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കരുത്തുള്ളവനാണ്. നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകുക തന്നെ ചെയ്യുമെന്നുള്ള ആശയത്തിലാണ് ആ പോസ്റ്റ് ഇട്ടത്. പക്ഷേ നമ്മളെന്തോ വലിയ മറ്റാർക്കും ഉണ്ടാവാത്ത എന്തോ ഒരു നാശം നമുക്ക് കഷ്ടപ്പെട്ട പോലെയാണ് ആൾക്കാർക്ക് മനസ്സിലായതെന്ന് തോന്നുന്നു. അല്ല, അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടതെന്ന് തോന്നുന്നു. അപ്പം ഈയൊരു സമയത്ത് പോലും നമുക്ക് മാധ്യമങ്ങളും എല്ലാവരും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ചേർത്ത് പിടിക്കുക, അവർക്ക് പോസിറ്റീവ്, ഇതൊക്കെ നിസ്സാരമാണ്, ഇതൊന്നും ഒരു കുഴപ്പമില്ല, നമ്മളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള തോന്നലുണ്ടാക്കുകയൊക്കെയാണ് വേണ്ടത്. അപ്പം നമ്മളെല്ലാം അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മനുഷ്യരുടെ കാര്യം പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വീട് നമ്മൾ നിർമ്മിക്കുന്നു. അത് ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് താമസിക്കാൻ വേണ്ടിയാണ് വീട് നിർമ്മിക്കുന്നത്. പക്ഷേ പ്രകൃതി മാറുകയും കാലാവസ്ഥ മാറുകയും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലേക്ക് വെള്ളമൊക്കെ കയറി ചെല്ലുമ്പോൾ ഈ നിർമ്മിച്ച വീട് നമുക്ക് താമസിക്കാൻ കൊള്ളുന്നില്ല. അപ്പം അത് എത്രമാത്രം നമുക്കൊരു ദുഃഖം തരുന്നതാണ് ശരിക്കും, അത് ആരായാലും. മനുഷ്യ ജീവിതം അങ്ങനെയാണല്ലോ. നമ്മൾ വലിയ ജോലി സമ്പാദിക്കുന്നു, നമ്മൾ വലിയ അച്ചീവ്മെൻറ്റ്സ് നേടുന്നു. ഇങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ മരിച്ചു പോകുന്നു, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിച്ചു പോകുന്നു, എല്ലാ സമ്പാദ്യങ്ങളും അവരുടെ തിട്ടുപോകുന്നു. ഇതുപോലെ തന്നെയാണ് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അപ്പം നമ്മൾ സത്യമായിട്ടുള്ള കാര്യമാണ്, നമ്മളുടെ ഒരു സ്വപ്നമാണ്, നമ്മളുടെ ഒരു സ്വപ്ന ഭവനമാണ്, നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത കാര്യമാണ്. പക്ഷെങ്കിൽ
ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മാനസിക വിഷമം ഉണ്ടാവും. നമ്മൾ എത്രയോ കാലം കൊണ്ട് അധ്വാനിച്ച പൈസ സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള നമ്മുടെ എത്രയോ കാലത്തെ ബാധ്യതയാണ് ഈ വീടെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കയറി താമസിച്ചാൽ പോലും ഈ വീടിൻ്റെ പുറത്തുള്ള ബാധ്യതകൾ അവസാനിക്കുന്നില്ല. അപ്പം ആ ബാധ്യതകൾ നിലനിൽക്കെ തന്നെ വാസയോഗ്യമല്ലാതെ ആവുക, അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ വർഷവും ഒരു പ്രത്യേക സമയത്ത് ഇതുപോലെ വെള്ളം വരുന്നു, ആ സമയത്ത് നമുക്ക് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നത് മാനസികമായി നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. എൻ്റെ കാര്യം മാത്രമല്ല, എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. പക്ഷെങ്കിൽ ഇന്നത്തെ മാറിയ ക്ലൈമറ്റ് സാഹചര്യങ്ങളിൽ, വെതർ കണ്ടീഷൻസിൽ മാറിയ സാഹചര്യങ്ങളിൽ ഇത് ഇനിയൊരു സ്ഥിരം പ്രതിഭാസമായി എല്ലാ മേഖലകളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ വർഷം കോഴഞ്ചേരി, പത്തനംതിട്ട, റാന്നി മുതലായ സ്ഥലങ്ങളിൽ, കയറാത്ത സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കയറിയേക്കുന്നത്. ഇതുവരെ അഫക്റ്റ് ആവാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോ വർഷം കഴിയും തോറും ഇതിൻ്റെ കാഠിന്യം കൂടിക്കൂടി വരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ തിരിച്ചറിയുക, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരക്രമങ്ങൾ എന്തൊക്കെയാണെന്നുള്ള മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഒരു ദുരന്തം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റി വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിലെ ജനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ ആശങ്കപ്പെടാൻ പാടില്ല. ആ ഒരു നിമിഷം മാറി താമസിച്ചാലും തിരിച്ചു വരുമ്പോൾ എല്ലാം ശരിയായിരിക്കും എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവണം. അപ്പം അത് ഒരു ഗവൺമെൻറ്റിന് മാത്രം ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഗവൺമെൻറ് മനുഷ്യന് തരുന്ന ഒരു ഉറപ്പാണ്. ഇപ്പോൾ ഇതിനേക്കാളിലും പ്രശ്നമുള്ള രാജ്യങ്ങളുണ്ട്. അതായത് ചുഴലിക്കാറ്റ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന, മാസം ചുഴലിക്കാറ്റടിക്കുന്ന രാജ്യങ്ങളുണ്ട്, മഹാമാരികളുണ്ടാകുന്ന രാജ്യങ്ങളുണ്ട്, കാട്ടുതീകളുണ്ടാകുന്ന രാജ്യങ്ങളുണ്ട്. ഇവിടൊക്കെയും ജനങ്ങൾ ആ സമയത്ത് മാറി താമസിച്ചിട്ട് തിരിച്ച് സെക്യൂറായിട്ടാണ് തിരിച്ചു വരുന്നത്. അവർക്ക് ഒരു ഉറപ്പുണ്ട്, ഗവൺമെൻറ് ഞങ്ങളെ സംരക്ഷിക്കൽ, ഗവൺമെൻറ് നമ്മളുടെ കാര്യങ്ങൾ നോക്കുമെന്ന് പറഞ്ഞ ഉറപ്പ്. ആ ഒരു ഉറപ്പ് ഇന്ത്യയിൽ ഓരോ പൗരനും കിട്ടണം. അതിനുള്ള എല്ലാ സാധ്യതയും ഈ രാജ്യത്തിനുണ്ട്. ഇത്രയും ജനസംഖ്യയുള്ള രാജ്യമാണ്, ഇത്രയും മാൻ പവറുള്ള രാജ്യമാണ്, ഇത്രയും പണമുള്ളൊരു രാജ്യമാണ്, ഇത്രയധികം വ്യവസായങ്ങളുള്ള ഒരു രാജ്യമാണ്, ഇത്രയും മാധ്യമങ്ങളുള്ള രാജ്യമാണ്. അപ്പോൾ ഇവിടെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തിയുള്ള നേതാക്കന്മാർക്കും ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ്റിനും ആ ഒരു ഉറപ്പ് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ആ ഒരു ഉറപ്പിൽ, കാരണം ജനങ്ങളുടെ കാര്യം കൃത്യമായി നോക്കുന്നുണ്ട്. ഒരു പ്രശ്നം വരുന്നുണ്ടെ ജനങ്ങൾ കൈകോർത്ത് നിന്നിട്ട് പ്രതീക്ഷിക്കാത്ത തുകയാണ് ദുരിതാശ്വാസ നിധികളിലേക്കൊക്കെ എത്തുന്നത്. ഇപ്പം മുണ്ടക്കയിലുണ്ടപ്പോൾ, ആദ്യത്തെ പ്രളയം ഉണ്ടായപ്പോഴും ഗവൺമെൻറ് സഹായങ്ങൾ എത്തുന്നതിന് മുമ്പേ നല്ലവരായ മനുഷ്യരുടെ സഹായങ്ങൾ ഇവിടെ എല്ലാം എത്തി. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നിട്ട് അവരുടെ സമ്പാദ്യത്തിൽ നിന്നുള്ളത് എല്ലാം കൊടുത്ത് ഒരു ജനതയെ കൈപിടിച്ച് കരകയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പോൾ അതിനുള്ള മനസ്സ് ജനങ്ങൾക്കുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി മനസ്സ് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന നേതാക്കൾക്ക് ഉണ്ടാവണം. നമ്മൾ സൃഷ്ടിക്കുന്ന ഗവൺമെൻറ്റിനുണ്ടാവണം. അപ്പോൾ അങ്ങനെ ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ്റിന് എന്ത് പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് നേരിട്ടാലും അവർ ധൈര്യത്തോടെ തിരിച്ചു വരും എന്ന് പറയുന്നുള്ളൊരു ഉറപ്പ് കൊടുക്കാൻ പറ്റും. ആ ഒരു ഉറപ്പ് ഇതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ ഉണ്ടെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ജനങ്ങൾക്ക് ഇരട്ടി ആത്മവിശ്വാസം നൽകും എന്നാണ് സിനിമാ താരം പ്രശാന്ത് അലക്സാണ്ടർ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.